ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ലോകം മുഴുവൻ ഓർത്തോർത്തു കരഞ്ഞത് ഒരു കുഞ്ഞു കുരങ്ങന് വേണ്ടിയാണ്. ഇൻസ്റ്റഗ്രാമിലൂടെ ലോകത്തിലെ മുഴുവൻ ജനങ്ങളുടെയും പ്രിയപ്പെട്ടവനായി മാറിയ പഞ്ച് എന്ന കുരങ്ങിനു വേണ്ടി. സ്നേഹവും ലാളനയും പരിഗണനയും അനുഭവിക്കേണ്ട സമയത്ത് അമ്മയടക്കമുള്ള മറ്റു കുരങ്ങുകൾ പൂർണ്ണമായി തള്ളിക്കളഞ്ഞതോടെ ആശ്രയിക്കാൻ തൻ്റെ പാവയെ കെട്ടിപ്പിടിച്ച് കഴിയുന്ന പഞ്ചിന്റെ കഥ സമൂഹ മാധ്യമങ്ങളിൽ വളരെ വേഗത്തിൽ വൈറലാവുകയായിരുന്നു. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇങ്ങനെ അനുഭവിച്ചിട്ടുണ്ടോ? ആരെങ്കിലും നിങ്ങളെ അവഗണിച്ചെന്ന തോന്നൽ വന്നാൽ അപ്രതീക്ഷിതമായി ഒരു ശൂന്യത മനസ്സിൽ നിറയുന്നതായി, മറ്റുള്ളവരുടെ ചെറിയൊരു വാക്ക് പോലും ഹൃദയത്തെ വേദനിപ്പിക്കുന്നതായി, ചെറിയൊരു പരാജയം പോലും എന്നെ ഒന്നിനും കൊള്ളില്ല എന്ന വലിയ വിധിയെഴുത്തായി മാറുന്നതായി. നാം പലപ്പോഴും ഈ അനുഭവങ്ങളെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളുമായി ബന്ധിപ്പിക്കുന്നു. എന്നാൽ സത്യത്തിൽ ഈ വികാരങ്ങളുടെ വേരുകൾ വളരെ പഴയതായിരിക്കും. നമ്മളൊക്കെയും ഉള്ളിൽ ഒരു കുഞ്ഞുമായി ജീവിക്കുന്നു. ലോകത്തെ ആദ്യമായി പരിചയപ്പെട്ട ആ കുഞ്ഞ്, ആദ്യം സ്നേഹിച്ച, ആദ്യം പേടിച്ച, ആദ്യം നിരസിക്കപ്പെട്ടതായി തോന്നിയ, ആദ്യം സ്വപ്നം കണ്ട ആ കുഞ്ഞ് ഇന്നും നമ്മുടെ ഉള്ളിൽ ജീവിക്കുന്നു. കാലം കടന്നുപോയാലും പ്രായം കൂടിയാലും ഉത്തരവാദിത്തങ്ങൾ വർദ്ധിച്ചാലും ആ കുഞ്ഞിന്റെ അനുഭവങ്ങൾ നമ്മുടെ മനസ്സിന്റെ ആഴങ്ങളിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അവിടെയാണ് നമ്മുടെ ആത്മവിശ്വാസവും ഭയങ്ങളും ബന്ധങ്ങളിലെ പ്രതീക്ഷകളും സ്വയം മൂല്യത്തിന്റെ ബോധവും രൂപം കൊള്ളുന്നത്. ജീവിതത്തിൽ എപ്പോഴും നാം ശക്തനായിരിക്കണം എന്ന് പഠിച്ചു വളരുന്നു. കരയാതെ ഇരിക്കുക, വേദന കാണിക്കാതെ മുന്നോട്ടു പോകുക, സ്വയം ആശ്വസിപ്പിക്കാൻ സമയം കണ്ടെത്താതെ മറ്റുള്ളവർക്കായി ജീവിക്കുക, ഇവയെല്ലാം നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. എന്നാൽ അങ്ങനെ ജീവിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ കുഞ്ഞിന്റെ ശബ്ദം നിശബ്ദമാകുന്നില്ല. അത് പലപ്പോഴും വികാരങ്ങളിലൂടെ സംസാരിക്കുന്നു. അസഹനീയമായ കോപമായി, ആഴമുള്ള ദുഃഖമായി, വ്യക്തമല്ലാത്ത പേടിയായി, അല്ലെങ്കിൽ അംഗീകാരത്തിനുള്ള ആഗ്രഹമായി. ഈ ഓഡിയോ നമ്മുടെ ഉള്ളിലെ ആ കുഞ്ഞിനെ കണ്ടെത്താനും അവനെ മനസ്സിലാക്കാനും സ്നേഹിക്കാനും ഉള്ള ഒരു ക്ഷണമാണ്. ഉള്ളിലെ കുഞ്ഞിനെ കാണുക എന്നത് ബാല്യകാലത്തെ കുറ്റപ്പെടുത്തുക എന്നല്ല, നിങ്ങളുടെ കഥയെ ബോധപൂർവമായി കാണുക എന്നാണ്. ബാല്യത്തിൽ സംഭവിച്ച കാര്യങ്ങൾ മാറ്റാൻ നമുക്ക് കഴിയില്ല. എന്നാൽ അവ ഇന്ന് നമ്മെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നത് മനസ്സിലാക്കാനും അതിൽ നിന്ന് മോചിതരാകാനും നമുക്ക് കഴിയും. അതാണ് യഥാർത്ഥ ശക്തി. നമ്മുടെ സമൂഹത്തിൽ മാനസികാരോഗ്യം പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്നു. വേദനയെ ദൗർബല്യമായി കാണുന്ന സമീപനം ഇന്നും നിലനിൽക്കുന്നു. എന്നാൽ സത്യം മറ്റൊന്നാണ്. സ്വന്തം വേദനയെ നേരിടാൻ ധൈര്യം കാണിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ശക്തരായവർ. ഉള്ളിലെ കുഞ്ഞിനെ സ്നേഹത്തോടെ കാണാൻ തയ്യാറാകുന്നത് വലിയ ആത്മധൈര്യമാണ്. ഈ ഓഡിയോ നിങ്ങളെ നിങ്ങളുടെ സ്വന്തം കഥയിലേക്ക് നയിക്കും. നിങ്ങളുടെ വികാരങ്ങളെ തിരിച്ചറിയാൻ, പഴയ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യാൻ, സ്വയം കരുണ കാണിക്കാൻ, മാനസിക തടസ്സങ്ങളെ മോചിപ്പിക്കാൻ, ഒടുവിൽ സമാധാനത്തോടെ ജീവിക്കാൻ നിങ്ങളെ സഹായിക്കും. ഇത് ഒരു രാത്രിയിൽ സംഭവിക്കുന്ന മാറ്റമല്ല. എന്നാൽ ബോധപൂർവമായ ഓരോ ചെറിയ ചുവടും വലിയ പരിവർത്തനത്തിന്റെ തുടക്കമാണ്. നിങ്ങൾ തകർന്നവരല്ല. നിങ്ങൾ ഒരിക്കൽ വേദനിച്ച ഒരു മനുഷ്യൻ മാത്രമാണ്. ആ വേദനയ്ക്ക് കരുണ നൽകുമ്പോൾ അത് ശക്തിയായി മാറും. നിങ്ങളുടെ ഉള്ളിലെ കുഞ്ഞ് ഇന്നും കാത്തിരിക്കുന്നു, കേൾക്കപ്പെടാൻ, മനസ്സിലാക്കപ്പെടാൻ, സ്നേഹിക്കപ്പെടാൻ. ഈ യാത്രയിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഈ ഓഡിയോ നിങ്ങളുടെ കൈ പിടിച്ചു നടക്കും. എന്നാൽ ഏറ്റവും പ്രധാനമായി നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ കൈ പിടിക്കേണ്ടത്. സ്വയം സ്നേഹിക്കാനുള്ള ഈ തീരുമാനമാണ് നിങ്ങളുടെ ജീവിതത്തെ മാറ്റുന്നത്. ഇപ്പോൾ ഒരു നിമിഷം നിശബ്ദമായി ഇരിക്കുക. നിങ്ങളുടെ ഉള്ളിൽ എവിടെയോ ഒരു കുഞ്ഞുണ്ടെന്ന് മനസ്സിലാക്കുക. അവൻ ഭയപ്പെട്ടിരിക്കാം, അവൾ ക്ഷീണിച്ചിരിക്കാം, എന്നാൽ അവർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു നിങ്ങളെ. ഈ ഓഡിയോ ആ കൂടിക്കാഴ്ചയുടെ തുടക്കമാണ്. നമ്മുടെ ഉള്ളിലെ കുഞ്ഞിനെ തിരിച്ചറിയുക. പ്രായപൂർത്തിയായ ഓരോ മനുഷ്യന്റെയും ഉള്ളിൽ ഒരിക്കൽ ലോകത്തെ അത്ഭുതത്തോടും പേടിയോടും ചേർന്നു നോക്കിയിരുന്ന ഒരു കുഞ്ഞ് ഇന്നും ജീവിക്കുന്നു. പുറത്തു കാണപ്പെടുന്നില്ലെങ്കിലും ആ കുഞ്ഞ് അവന്റെ അനുഭവങ്ങളും ഓർമ്മകളും ഭയങ്ങളും ആഗ്രഹങ്ങളും ഇന്നത്തെ നമ്മുടെ തീരുമാനങ്ങളെയും പ്രതികരണങ്ങളെയും നിർണയിച്ചു കൊണ്ടിരിക്കുന്നു. നാം ഇപ്പോൾ ആരാണോ അതിന്റെ അടിസ്ഥാനം പലപ്പോഴും ആ കുഞ്ഞ് തന്നെയാണ്.
ബാല്യത്തിൽ അനുഭവിച്ച സ്നേഹവും അവഗണനയും അംഗീകാരവും അപമാനവും എല്ലാം അവന്റെ ഹൃദയത്തിൽ പതിഞ്ഞിരിക്കുന്നു. ആ പതിപ്പുകൾ പിന്നീട് നമ്മുടെ മനസ്സിന്റെ അടിഭാഗത്ത് നിന്ന് പ്രവർത്തിച്ച് നമുക്ക് പോലും വ്യക്തമായി മനസ്സിലാകാത്ത രീതിയിൽ ജീവിതത്തെ സ്വാധീനിക്കുന്നു. ആരെങ്കിലും നമുക്ക് മറുപടി നൽകാതിരുന്നാൽ എന്തുകൊണ്ട് നമുക്ക് നിരാകരിക്കപ്പെട്ടതുപോലെ തോന്നുന്നു? ചെറിയ പരാജയങ്ങൾ പോലും എന്തുകൊണ്ട് ഞാൻ ഒരിക്കലും ജയിക്കില്ല എന്ന വലിയ വിധിയെഴുത്തായി മാറുന്നു? ഈ പ്രതികരണങ്ങൾ ഇപ്പോഴത്തെ സാഹചര്യവുമായി ബന്ധപ്പെട്ടതാണെന്ന് നാം കരുതുന്നു. പക്ഷേ പലപ്പോഴും ഇത് ഇപ്പോഴത്തെ കാര്യമല്ല. അത് കാലത്തിനുള്ളിൽ ഉറഞ്ഞുകിടക്കുന്ന പഴയ അനുഭവങ്ങളുടെ പ്രതികരണമാണ്. ആ അനുഭവങ്ങൾ രൂപം കൊടുത്ത ഒരു ഉള്ളിലെ കുഞ്ഞ് ഇന്നും സംരക്ഷണം തേടുകയാണ്. ബാല്യത്തിൽ നാം ലോകത്തെ മനസ്സിലാക്കിയത് വളരെ വ്യക്തിപരമായ രീതിയിലാണ്. മാതാപിതാക്കൾ തിരക്കിലായിരുന്നാൽ, അവർ ക്ഷീണിതരായിരുന്നാൽ, അല്ലെങ്കിൽ അവർക്ക് സ്വന്തം മാനസിക വേദനകൾ ഉണ്ടായിരുന്നാൽ ഒരു കുഞ്ഞിന് അത് മനസ്സിലാക്കാനാകില്ല. കുഞ്ഞ് അതിനെ മറ്റൊരു രീതിയിൽ കരുതും. അമ്മ എന്നെ സ്നേഹിക്കുന്നില്ല, അച്ഛന് ഞാൻ പ്രാധാന്യമില്ല, ഞാൻ നല്ലവനല്ല എന്നൊക്കെയാണ് ആ കുഞ്ഞിന്റെ ഉള്ളിലെ നിശബ്ദ നിഗമനങ്ങൾ. ഒരു കുട്ടിക്ക് ലോകത്തെ വിശകലനം ചെയ്യാനുള്ള ബുദ്ധിപരമായ കഴിവില്ല. അവൻ മനസ്സിലാക്കുന്നത് സ്വന്തം അനുഭവത്തെ സംബന്ധിച്ച കാര്യങ്ങളാണ്. അതുകൊണ്ടുതന്നെ ഇത്തരം അനുഭവങ്ങൾ അവന്റെ ഉള്ളിൽ ആഴത്തിലുള്ള വിശ്വാസങ്ങളായി മാറും. ഇങ്ങനെ രൂപം കൊള്ളുന്ന വിശ്വാസങ്ങളാണ് പിന്നീട് നമ്മുടെ സ്വഭാവത്തിന്റെ അടിസ്ഥാനം. നാം വളർന്ന ശേഷവും ആ പഴയ വിശ്വാസങ്ങൾ അപ്രത്യക്ഷമാകുന്നില്ല. മറിച്ച് അവ നമ്മുടെ ഉള്ളിലെ ശബ്ദമായി മാറുന്നു. നീ അത്ര പോരാ, നിനക്ക് എപ്പോഴും തെറ്റും, നീ അർഹിക്കുന്നില്ല എന്നൊക്കെയുള്ള ശബ്ദങ്ങൾ നമ്മുടേതല്ല. അവ ഒരിക്കൽ കേട്ട ശബ്ദങ്ങളുടെ പ്രതിധ്വനികളാണ്. എന്നാൽ നാം അവയെ സ്വന്തം ശബ്ദമായി തെറ്റിദ്ധരിക്കുന്നു. ഉള്ളിലെ ഈ വിമർശക ശബ്ദം നമ്മെ മുന്നോട്ടു പോകുന്നതിൽ നിന്ന് തടയുകയും പുതിയ അവസരങ്ങളിൽ പേടി ഉണ്ടാക്കുകയും സന്തോഷം അനുഭവിക്കാൻ പോലും കുറ്റബോധമുണ്ടാക്കുകയും ചെയ്യുന്നു. ഇവിടെ നമ്മുടെ പ്രതികരണങ്ങൾക്കു പിന്നിലെ ആ കുഞ്ഞിനെ തിരിച്ചറിയുക, ഉള്ളിലെ കുഞ്ഞിനെ കണ്ടുമുട്ടുക എന്നത് പഴയ വേദനകളെ വീണ്ടും ജീവിപ്പിക്കുകയല്ല, മറിച്ച് അവയെ കരുണയോടെ കാണാൻ പഠിക്കുകയാണ്. നാം നമ്മുടെ മനസ്സിനോട് പറഞ്ഞു തുടങ്ങണം, അപ്പോൾ നിന്നെ ആരും മനസ്സിലാക്കിയില്ലെങ്കിലും ഇപ്പോൾ ഞാൻ നിന്നെ കാണുന്നു. ഈ വാക്കുകൾ വെറും ആശ്വാസവാക്കുകൾ മാത്രമല്ല, അവ ആത്മബോധത്തിന്റെ തുടക്കമാണ്. ഒരാൾക്ക് തൻ്റെ ഉള്ളിലെ വേദനയെ അംഗീകരിക്കാൻ കഴിയുമ്പോൾ അതിൻ്റെ ശക്തി കുറയുന്നു. മറിച്ച് നാം അവയെ നിഷേധിക്കുമ്പോൾ അവ കൂടുതൽ ശക്തമായി പ്രതികരിക്കും. സ്വയം കരുണ ഈ പ്രക്രിയയുടെ പ്രധാന ഘടകമാണ്. സ്വയം വിമർശിക്കുന്നത് എളുപ്പമാണ്, കാരണം അത് നമ്മൾ പഠിച്ചതാണ്. എന്നാൽ സ്വയം കരുണ കാണിക്കുന്നത് പരിശീലനം ആവശ്യപ്പെടുന്നു. ഇതിൽ നമ്മെ സഹായിച്ച ഒരു ചിന്താധാരയാണ് ലൂയിസ് ഹേ അവതരിപ്പിച്ച ആത്മസ്നേഹത്തിന്റെ ആശയം. നാം നമ്മുടെ ചിന്തകളെ മാറ്റുമ്പോൾ ജീവിതം മാറും. ഞാൻ എന്നെ സ്നേഹിക്കുന്നു, ഞാൻ വളരാൻ തയ്യാറാണ് എന്ന് നമ്മളോട് തന്നെ പറയുമ്പോൾ അത് വെറും വാക്കുകൾ ആവർത്തിക്കുന്നതല്ല, പഴയ വിശ്വാസങ്ങളെ മാറ്റാനുള്ള ശ്രമമാണ്. ഈ വാക്കുകൾ ആത്മസ്നേഹത്തിലേക്കുള്ള വാതിലുകളാണ്. ഈ വാക്കുകൾ ചിലപ്പോൾ അസ്വാഭാവികമായി തോന്നാം, കാരണം നമ്മുടെ ഉള്ളിലെ വിമർശകൻ അവയെ എതിർക്കും. അത് സത്യമായിരിക്കില്ല എന്നത് പറയും. എന്നാൽ ഒരു കുഞ്ഞിനെ ആശ്വസിപ്പിക്കുന്നത് പോലെ തന്നെ നാം ആ ശബ്ദത്തോട് സ്നേഹത്തോടെ പ്രതികരിക്കണം. ഈ രീതിയിലുള്ള ആത്മസംഭാഷണം ഉള്ളിലെ കുഞ്ഞിനുള്ള പുതിയ അനുഭവമാണ്. മുമ്പ് ലഭിക്കാത്ത സുരക്ഷിതത്വം ഇപ്പോൾ നാം തന്നെ നൽകുകയാണ്. ഉള്ളിലെ കുഞ്ഞിനെ കണ്ടുമുട്ടൽ ഒരിക്കൽ മാത്രം നടക്കുന്ന സംഭവമല്ല, അത് ഒരു ബന്ധത്തിന്റെ തുടക്കമാണ്. ദിവസേന കുറച്ച് നിമിഷങ്ങളെങ്കിലും നാം സ്വയം കേൾക്കണം. നമ്മെ വേദനിപ്പിക്കുന്ന കാര്യം എന്താണ്? നമ്മെ സന്തോഷിപ്പിക്കുന്നത് എന്താണ്? നമ്മുടെ പേടികൾക്ക് പിന്നിലെ കഥ എന്താണ്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ലഭിക്കാൻ സമയം വേണ്ടിവരും. എന്നാൽ ഓരോ സത്യസന്ധമായ ശ്രമവും ഉള്ളിലെ കുഞ്ഞിന് ഒരു സന്ദേശമാണ്. നീ ഒറ്റയ്ക്കല്ല, നിനക്ക് ഞാനുണ്ട്. നമ്മുടെ വികാരങ്ങൾ പലപ്പോഴും നമ്മുടെ ഉള്ളിലെ കുഞ്ഞിന്റെ ഭാഷയാണ്. പ്രായപൂർത്തിയായ ഒരാൾ കോപിക്കുന്നത് പലപ്പോഴും അവന്റെ ഉള്ളിലെ കുഞ്ഞ് പേടിച്ചിരിക്കുന്നു എന്നതിനാലാണ്. ഒരു വ്യക്തി അനാവശ്യമായി അധികം ജോലി ചെയ്യുന്നത് അവന്റെ ഉള്ളിലെ കുഞ്ഞ് അംഗീകാരം തേടുന്നതിനാലാകാം.
ആരെങ്കിലും ബന്ധങ്ങളിൽ അതീവ ആശ്രിതനാകുന്നത് അവന്റെ ഉള്ളിലെ കുഞ്ഞ് ഉപേക്ഷിക്കപ്പെടാനുള്ള ഭയം വഹിക്കുന്നതിനാലാകാം. ഈ പാറ്റേൺ തിരിച്ചറിയുമ്പോൾ നാം സ്വയം കുറ്റപ്പെടുത്തൽ നിർത്തി മനസ്സിലാക്കൽ ആരംഭിക്കുന്നു. ഇതിന്റെ ഫലമായി നമ്മുടെ ജീവിതത്തിൽ ചെറിയ മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങും. പ്രതികരിക്കുന്നതിനു മുൻപ് നാം ഒരു നിമിഷം നിൽക്കും. ഇത് ഇപ്പോഴത്തെ സംഭവമോ അതോ പഴയ വേദനയോ എന്ന് നാം ചോദിക്കും. ഈ ചെറിയ ഇടവേള തന്നെ വലിയ മാറ്റത്തിന്റെ തുടക്കമാണ്. അത് നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുന്നു. പഴയ രീതിയിൽ പ്രതികരിക്കാമോ അല്ലെങ്കിൽ പുതിയ ആരോഗ്യകരമായ രീതിയിൽ മറുപടി നൽകാമോ എന്ന് നമുക്ക് തീരുമാനിക്കാം. ഉള്ളിലെ കുഞ്ഞിനെ കണ്ടുമുട്ടുമ്പോൾ നാം പഴയ ഓർമ്മകളെ കുറ്റപ്പെടുത്താനോ മാറ്റാനോ ശ്രമിക്കുന്നില്ല. മറിച്ച് അവയെ പുതിയ കാഴ്ചപ്പാടിൽ കാണുന്നു. അന്ന് നമുക്ക് ലഭിക്കാത്ത പിന്തുണ ഇപ്പോൾ നാം തന്നെ നൽകുന്നു. അന്ന് കേൾക്കാത്ത വേദന ഇപ്പോൾ നാം കേൾക്കുന്നു. അന്ന് ലഭിക്കാത്ത സ്നേഹം ഇപ്പോൾ നാം തന്നെ നൽകുന്നു. ജീവിതത്തിൽ സമാധാനം കണ്ടെത്താൻ ആദ്യം നമ്മുടെ ഉള്ളിലെ സംഘർഷം മനസ്സിലാക്കണം. ഈ സംഘർഷത്തിന്റെ കേന്ദ്രത്തിൽ പലപ്പോഴും അവഗണിക്കപ്പെട്ട ഒരു കുഞ്ഞുണ്ടാകും. അവനെ കാണാൻ ധൈര്യം കാണിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഒരു പുതിയ സൗമ്യത ഉദിക്കുന്നു. നാം ഇനി സ്വയം ശത്രുവല്ല, കൂട്ടുകാരനാകുന്നു. ഈ സൗഹൃദമാണ് മാനസിക സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാനം. ഇങ്ങനെ ഉള്ളിലെ കുഞ്ഞിനെ കാണുകയും കേൾക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുമ്പോൾ നാം നമ്മളോടുള്ള ബന്ധം പുനഃസ്ഥാപിക്കുന്നു. ആ ബന്ധം ഉറപ്പാകുമ്പോൾ പുറത്തുള്ള ലോകം ഇനി അത്ര ഭയപ്പെടുത്തില്ല. കാരണം നമുക്കറിയാം, എന്തു സംഭവിച്ചാലും നമ്മെ പിന്തുണയ്ക്കാൻ നമ്മുടെ ഉള്ളിൽ ഒരാളുണ്ട്. അതാണ് യഥാർത്ഥ സമാധാനം. ബാല്യകാല സ്വഭാവ രൂപീകരണങ്ങളുടെ അടയാളങ്ങൾ. ഒരു കുഞ്ഞ് ലോകത്തെ കാണുന്നത് നിരപരാധിയായ കണ്ണുകളിലൂടെയാണ്. അവന് അനുഭവം കുറവാണ്, പക്ഷേ വികാരങ്ങൾ അതീവ ആഴമുള്ളവയാണ്. അവന് ലഭിക്കുന്ന ഓരോ വാക്കും, ഓരോ പ്രതികരണവും, ഓരോ സ്പർശവും അവന്റെ ഉള്ളിൽ ഒരർത്ഥം സൃഷ്ടിക്കുന്നു. ആ അർത്ഥങ്ങൾ ചേർന്നാണ് അവന്റെ ആത്മബോധം രൂപപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ബാല്യകാലം വെറും ഒരു കാലഘട്ടമല്ല, അത് ജീവിതത്തിന്റെ അടിത്തറയാണ്. ആ അടിത്തറയിൽ ഉണ്ടാകുന്ന ചെറിയ വിള്ളലുകൾ പോലും പിന്നീട് വലിയ പ്രതിഫലനങ്ങളായി മാറും. കുഞ്ഞായിരിക്കുമ്പോൾ നമുക്ക് സുരക്ഷയാണ് ഏറ്റവും വലിയ ആവശ്യം. ഭക്ഷണം, വസ്ത്രം, വിദ്യാഭ്യാസം എന്നിവ പ്രധാനമാണെങ്കിലും അതിലേറെ പ്രധാനമാണ് മാനസിക സുരക്ഷ. ഞാൻ സ്നേഹിക്കപ്പെടുന്നു, എനിക്ക് വിലയുണ്ട്, എനിക്ക് തെറ്റുവരുത്താൻ അനുവാദമുണ്ട് എന്ന അടിസ്ഥാന ബോധം ഒരു കുഞ്ഞിന്റെ മനസ്സിനെ ആരോഗ്യമുള്ളതാക്കുന്നു. എന്നാൽ ചിലപ്പോൾ ഈ സുരക്ഷ ലഭിക്കാതെ പോകും. മാതാപിതാക്കൾ സ്വന്തം മാനസിക സംഘർഷങ്ങളിലായിരിക്കാം. കുടുംബത്തിൽ കലഹമുണ്ടാകാം. ചിലപ്പോൾ അവഗണനയും താരതമ്യവും കഠിനമായ വിമർശനവും ഉണ്ടാകാം. കുഞ്ഞ് ഇതെല്ലാം തന്നെ സംബന്ധിച്ച കാര്യമാണെന്ന് വ്യാഖ്യാനിക്കുന്നു. ഒരു രക്ഷിതാവ് തിരക്കിലായാൽ കുഞ്ഞ് അവർ എന്നെ ശ്രദ്ധിക്കുന്നില്ല എന്ന് കരുതും. രക്ഷിതാവ് കോപത്തോടെ സംസാരിച്ചാൽ കുഞ്ഞ് ഞാൻ തെറ്റ് ചെയ്യുന്നവനാണ് എന്ന് വിശ്വസിക്കും. ആവർത്തിച്ച് വിമർശനം കേൾക്കുന്ന കുട്ടി എനിക്ക് പൂർണ്ണത വേണം, ഇല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കപ്പെടില്ല എന്ന നിഗമനത്തിലെത്തും. ഈ വിശ്വാസങ്ങൾ ബോധപൂർവമല്ല രൂപപ്പെടുന്നത്. അവ വികാരപരമായ പ്രതികരണങ്ങളാണ്. പക്ഷേ അവ പിന്നീട് വ്യക്തിത്വത്തിന്റെ ഭാഗമാകുന്നു. ഇതുപോലുള്ള അനുഭവങ്ങളിൽ നിന്നാണ് നമ്മുടെ സർവൈവൽ രീതികൾ രൂപം കൊള്ളുന്നത്. ഒരു കുട്ടി ആവർത്തിച്ച് ശാസിക്കപ്പെട്ടാൽ അവൻ എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരാളായി വളരാം. കാരണം അവൻ പഠിച്ചത് എല്ലാവരെയും സന്തോഷിപ്പിച്ചാൽ മാത്രമേ ഞാൻ സുരക്ഷിതനായിരിക്കൂ എന്നാണ്. അവഗണന അനുഭവിച്ചാൽ അവൻ ബന്ധങ്ങളിൽ അതീവ ആശ്രിതനാകാം, അല്ലെങ്കിൽ പൂർണ്ണമായും അകന്നു നിൽക്കുന്നവനാകാം. തന്റെ വികാരങ്ങൾ പങ്കുവെച്ചപ്പോൾ നിരന്തരമായി അവഗണിക്കപ്പെട്ടാൽ അവൻ പിന്നീട് തന്റെ വികാരങ്ങളെ അടിച്ചമർത്താൻ പഠിക്കും. ഇവയെല്ലാം ഒരിക്കൽ സുരക്ഷ നൽകാനായി രൂപപ്പെട്ട രീതികളാണ്. എന്നാൽ അഡൽട്ട്ഹുഡിൽ അവ പലപ്പോഴും തടസ്സങ്ങളായി മാറുന്നു. ഇത് മനസ്സിലാക്കുമ്പോൾ നമ്മൾ സ്വയം കുറ്റപ്പെടുത്തൽ കുറയ്ക്കാൻ തുടങ്ങുന്നു. എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ പ്രതികരിക്കുന്നു എന്ന ചോദ്യത്തിന് മറുപടി കിട്ടുന്നു. അത് ഒരു ദൗർബല്യമല്ല, ഒരിക്കൽ ആവശ്യമായിരുന്ന ഒരു സംരക്ഷണ സംവിധാനം മാത്രമാണ്. പക്ഷെ ഇപ്പോൾ അത് പഴകിയ രീതിയാകാം. ഒരിക്കൽ ജീവൻ രക്ഷിക്കാൻ ഉപയോഗിച്ച ഒരു കവചം ഇപ്പോൾ വളർച്ചയെ തടയുന്ന ഭാരമായി മാറിയിരിക്കാം. ബാല്യകാല രൂപീകരണങ്ങൾ നമ്മുടെ ശരീരത്തിലും പതിഞ്ഞിരിക്കുന്നു.
മാനസിക സമ്മർദ്ദം ഒരു ചിന്തയല്ല, അത് ശരീരത്തിൽ അനുഭവപ്പെടുന്ന ഒന്നാണ്. ചെറിയ വിമർശനം കേൾക്കുമ്പോൾ നെഞ്ച് കുരുങ്ങുന്നത്, ഉപേക്ഷിക്കപ്പെടുമോ എന്ന ഭയം തോന്നുമ്പോൾ വയറ്റിൽ ഉരുണ്ടുകയറ്റം അനുഭവപ്പെടുന്നത്, അപമാനിക്കപ്പെടുമ്പോൾ ശരീരം തളരുന്നത്, ഇവയെല്ലാം ഉള്ളിൽ ഉറച്ചുപോയ അനുഭവങ്ങളുടെ ശരീരഭാഷയാണ്. നമ്മുടെ നാഡീവ്യൂഹം ഒരിക്കൽ അപകടമായി തിരിച്ചറിഞ്ഞ അനുഭവങ്ങളെ ഓർക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ സുരക്ഷിത സാഹചര്യങ്ങളിലും ശരീരം പഴയ രീതിയിൽ പ്രതികരിക്കും. ഇവിടെയാണ് സ്വയം ബോധം പ്രധാനമാകുന്നത്. ഒരു പ്രതികരണം ഉണ്ടായപ്പോൾ ഇത് ഇപ്പോഴത്തെ യാഥാർത്ഥ്യവുമായാണോ പഴയ ഓർമ്മയുമായാണോ ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് ചോദിക്കാം. ശരീരത്തിന്റെ സൂചനകൾ ശ്രദ്ധിക്കാം. ശ്വാസം വേഗത്തിലാകുന്നുണ്ടോ? കൈകൾ തണുത്തു പോകുന്നുണ്ടോ? ശബ്ദം വിറയ്ക്കുന്നുണ്ടോ? ഈ ചെറിയ ശ്രദ്ധ തന്നെ നമ്മുടെ ഉള്ളിലെ കുഞ്ഞിനെ തിരിച്ചറിയാനുള്ള ആദ്യപടിയാണ്. അവൻ ഇപ്പോഴും പേടിച്ചിരിക്കാം, എന്നാൽ ഇപ്പോൾ നാം പ്രായപൂർത്തിയായവരാണ്. അവനെ സംരക്ഷിക്കാൻ കഴിവുള്ളവരാണ്. ബാല്യത്തിൽ രൂപപ്പെട്ട പ്രധാനമായ മാനസിക മുറിവുകൾ ചില പൊതുവായ വിഭാഗങ്ങളിലാക്കാം. ഉപേക്ഷിക്കപ്പെടൽ, അപമാനം, വഞ്ചന, അവഗണന ഇവ പലരുടെയും ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന അടിസ്ഥാന മുറിവുകളാണ്. ഉപേക്ഷിക്കപ്പെട്ടതായി തോന്നിയവർ ബന്ധങ്ങളിൽ പിടിച്ചുപറ്റലും ആശ്രിതത്വവും കാണിച്ചേക്കാം. മാറ്റി നിർത്തൽ അനുഭവിച്ചവർ പുതിയ അവസരങ്ങൾ സ്വീകരിക്കാൻ പേടിക്കാം. അപമാനിക്കപ്പെട്ടവർ പരാജയം ഭയപ്പെടും. അവഗണിക്കപ്പെട്ടവർ സ്വന്തം ആവശ്യങ്ങൾ പോലും തിരിച്ചറിയാൻ പ്രയാസപ്പെടും. ഈ മുറിവുകൾ വ്യക്തിയുടെ ജീവിതത്തിലെ തിരഞ്ഞെടുപ്പുകളെ പോലും സ്വാധീനിക്കും. തൊഴിൽ, ബന്ധങ്ങൾ, സ്വപ്നങ്ങൾ എല്ലാം. എന്നാൽ ഈ മുറിവുകൾ നിങ്ങളുടെ വ്യക്തിത്വമല്ല, അവ അനുഭവങ്ങളുടെ ഫലമാണ്. അവയെ തിരിച്ചറിയുമ്പോൾ അവയുടെ ശക്തി കുറയുന്നു. കാരണം അവയെ നമുക്ക് പുറത്തുനിന്ന് കാണാൻ കഴിയുന്നു. ഇത് എൻ്റെ ഉള്ളിലെ ഉപേക്ഷിക്കപ്പെട്ട കുഞ്ഞിൻ്റെ ഭയമാണ് എന്ന് തിരിച്ചറിയുമ്പോൾ അതിന് നമ്മെ മുഴുവനായും നിയന്ത്രിക്കാൻ കഴിയില്ല. ഈ തിരിച്ചറിവ് സ്വാതന്ത്ര്യത്തിൻ്റെ തുടക്കമാണ്. നമ്മുടെ പഴയ രീതികളെ വെറുക്കുകയോ അപമാനിക്കുകയോ ചെയ്താൽ ഉള്ളിലെ കുഞ്ഞ് കൂടുതൽ പേടിക്കും. മറിച്ച് നമുക്ക് പറയാം, നീ അന്ന് നിനക്ക് സാധിച്ചതെല്ലാം ചെയ്തു. ഈ വാക്കുകൾ അവനെ ആശ്വസിപ്പിക്കും. ഒരിക്കൽ അവൻ ഒരാളുടെ അംഗീകാരം തേടിയിരിക്കാം. ഇന്ന് നമുക്ക് തന്നെ അവനെ അംഗീകരിക്കാം. ഒരിക്കൽ അവൻ കേൾക്കപ്പെടാതെ പോയിരിക്കാം. ഇന്ന് നമുക്ക് അവനെ കേൾക്കാം. നമ്മുടെ ബാല്യകാല രൂപീകരണങ്ങളെ മനസ്സിലാക്കുന്നത് മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനല്ല, അത് ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുള്ള വഴിയാണ്. മാതാപിതാക്കൾക്കും അവരുടെ സ്വന്തം മുറിവുകൾ ഉണ്ടായിരുന്നു. അവർക്ക് ലഭിക്കാത്തതിനെ അവർ നമുക്ക് നൽകാൻ പ്രയാസപ്പെട്ടു. ഇത് മനസ്സിലാക്കുന്നത് കുറ്റപ്പെടുത്തലിനെ കുറയ്ക്കും. എന്നാൽ അതേസമയം നമ്മുടെ ജീവിതത്തിന്റെ ഉത്തരവാദിത്തം ഇപ്പോൾ നമ്മുടേതാണെന്ന് തിരിച്ചറിയാൻ സഹായിക്കും. ജീവിതത്തിൽ മാറ്റം വരുത്താൻ ആദ്യം നമ്മുടെ പഴയ നിഗമനങ്ങളെ ചോദ്യം ചെയ്യണം. ഞാൻ അത്ര മികച്ചവനല്ല എന്ന വിശ്വാസം എവിടെ നിന്നാണ് വന്നത്? എനിക്ക് എല്ലായ്പ്പോഴും പൂർണ്ണത വേണം എന്ന സമ്മർദ്ദം എപ്പോഴാണ് ആരംഭിച്ചത്? ഈ ചോദ്യങ്ങൾ അസ്വസ്ഥമാക്കാം. എന്നാൽ അവയിലൂടെ നാം നമ്മുടെ കഥയെ പുതുക്കി എഴുതാൻ തുടങ്ങുന്നു. നമ്മുടെ കഥയിൽ നാം നിസ്സഹായനായ കുഞ്ഞായിരുന്നു. പുതിയ കഥയിൽ നാം ബോധമുള്ള പ്രായപൂർത്തിയായ ഒരു വ്യക്തിയാണ്. ബാല്യകാല രൂപീകരണങ്ങൾ നമ്മുടെ ജീവിതത്തെ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിലും അവ അന്തിമ വിധിയല്ല. അവയെ തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും ചെയ്താൽ നമുക്ക് പുതിയ തെരഞ്ഞെടുപ്പുകൾ നടത്താം. പഴയ പ്രതികരണങ്ങൾക്ക് പകരം പുതിയ പ്രതികരണങ്ങൾ അഭ്യസിക്കാം. പേടിക്ക് പകരം ധൈര്യം തെരഞ്ഞെടുക്കാം. വിമർശനത്തിന് പകരം കരുണ തെരഞ്ഞെടുക്കാം. ഇത് ഒരു ദിവസം കൊണ്ടുള്ള മാറ്റമല്ല, എന്നാൽ ഓരോ ബോധപൂർവമായ നിമിഷവും ഒരു പുതിയ അടിത്തറ പണിയുന്നു. പഴയ അടിത്തറയിൽ വിള്ളലുകൾ ഉണ്ടായിരുന്നാലും നമുക്ക് പുതിയ ഒരു മാനസിക ഘടന നിർമ്മിക്കാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വയം മൂല്യം, സുരക്ഷ, ആത്മസ്നേഹം എന്നിവയുണ്ടാകും. അപ്പോൾ നമ്മുടെ ഉള്ളിലെ കുഞ്ഞ് പതുക്കെ ശാന്തനാകും. അവനറിയാം, ഇനി അവൻ ഒറ്റയ്ക്കല്ല. സ്വയം സ്നേഹത്തിൻ്റെ കല. ഒരു കുഞ്ഞിന് വളരാൻ ഏറ്റവും ആവശ്യമായത് സ്നേഹവും സുരക്ഷയും സ്ഥിരതയുമാണ്. അവന് തെറ്റാൻ അനുവാദമുണ്ടാകണം, ചോദിക്കാൻ സ്വാതന്ത്ര്യമുണ്ടാകണം, കെട്ടിപ്പിടിച്ചു കരയാൻ ഒരാൾ ഉണ്ടായിരിക്കണം. എന്നാൽ ജീവിതത്തിന്റെ യാഥാർത്ഥ്യം എല്ലായ്പ്പോഴും ഈ അനുഭവങ്ങൾ ഉറപ്പു നൽകുന്നില്ല. ചിലപ്പോൾ നമുക്ക് ലഭിക്കാത്തതിനെക്കുറിച്ച് ദുഃഖിക്കേണ്ടി വരും. എന്നാൽ അതിലേറെ ശക്തമായ സത്യം ഇതാണ്:
ഇന്ന് നാം പ്രായപൂർത്തിയായവരാണ്. നമുക്ക് നമ്മളെ തന്നെ പരിപാലിക്കാനുള്ള കഴിവുണ്ട്. അതാണ് റീപാരന്റിംഗ്. റീപാരന്റിംഗ് എന്നത് നമ്മുടെ ബാല്യത്തിൽ ലഭിക്കാതെ പോയ മാനസിക പിന്തുണ, കരുണ, മാർഗനിർദ്ദേശം എന്നിവ ഇപ്പോൾ നാം തന്നെ നൽകുന്നതാണ്. ഇത് മാതാപിതാക്കളെ കുറ്റപ്പെടുത്താനുള്ള ഒരു പ്രക്രിയയല്ല, മറിച്ച് ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുള്ള ധീരമായ ഒരു തീരുമാനമാണ്. എനിക്ക് വേണ്ട സ്നേഹം ഞാൻ തന്നെയാകും നൽകുക എന്ന പ്രഖ്യാപനമാണിത്. അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലെ കുഞ്ഞും സുരക്ഷിതത്വമില്ലായ്മ അനുഭവിക്കുമ്പോൾ പേടിയും കോപവും സ്വയം അടച്ചുപൂട്ടലും പ്രകടിപ്പിക്കും. അതിനാൽ ആദ്യം നമുക്ക് നമ്മുടേതായ ഒരു സുരക്ഷിത അന്തരീക്ഷം സൃഷ്ടിക്കണം. അത് ഒരു ഭൗതിക സ്ഥലമായിരിക്കാം, ഒരു നിശബ്ദ മുറി, ഒരു പ്രാർത്ഥനാ മുറി, അല്ലെങ്കിൽ ഒരു എഴുത്തു പുസ്തകത്തിനരികിൽ ചില നിമിഷങ്ങൾ. അതുപോലെ തന്നെ അത് ഒരു മാനസിക അന്തരീക്ഷവുമാകാം, സ്വയം കുറ്റപ്പെടുത്തലില്ലാത്ത ഉള്ളിലെ ഒരു സ്ഥലം. സുരക്ഷയുടെ ഭാഷ വളരെ ലളിതമാണ്. നീ പേടിക്കേണ്ടതില്ല, ഞാൻ ഇവിടെയുണ്ട്, നിനക്ക് തെറ്റിയാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല എന്ന ആത്മസംഭാഷണങ്ങൾ നമ്മുടെ ഉള്ളിലെ കുഞ്ഞിന് പുതിയ അനുഭവങ്ങളാണ്. ബാല്യത്തിൽ ലഭിക്കാത്ത ഉറപ്പുകൾ ഇപ്പോൾ നാം തന്നെ നമുക്ക് നൽകുമ്പോൾ പഴയ ഭയങ്ങൾ മങ്ങിത്തുടങ്ങും. സ്വയം പുനർപരിപാലനത്തിന്റെ രണ്ടാമത്തെ ഘട്ടം വികാരങ്ങളെ അംഗീകരിക്കലാണ്. പലരും അവരുടെ വികാരങ്ങളെ ചെറുതാക്കാൻ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അത്ര വലിയ കാര്യമല്ല, കരയരുത്, ശക്തനായിരിക്കണം എന്ന സന്ദേശങ്ങൾ കേട്ടവരാണ് നാം. കോപം, അസൂയ, പേടി, ദുഃഖം ഇവയെല്ലാം മനുഷ്യാനുഭവത്തിന്റെ ഭാഗമാണ്. അവയെ നിഷേധിക്കുന്നത് അവയെ ശക്തമാക്കും, അവയെ അംഗീകരിക്കുന്നത് അവയെ ശാന്തമാക്കും. സ്വയം പുനർപരിപാലനത്തിന്റെ മറ്റൊരു ഘടകം അതിരുകൾ സ്ഥാപിക്കലാണ്. ഒരു കുഞ്ഞിനെ സംരക്ഷിക്കാൻ മാതാപിതാക്കൾ എങ്ങനെ ദോഷകരമായ സാഹചര്യങ്ങളിൽ നിന്ന് അവനെ അകറ്റുമോ, അതുപോലെ തന്നെ നാം നമ്മുടെ ജീവിതത്തിൽ ആരോഗ്യകരമായ അതിരുകൾ സൃഷ്ടിക്കണം. ഇത് എനിക്ക് അനുയോജ്യമല്ല, ഇത് എന്നെ വേദനിപ്പിക്കുന്നു, എനിക്ക് സമയം വേണം എന്ന വാക്കുകൾ പറയാൻ നമുക്ക് അവകാശമുണ്ട്. പലർക്കും ഇത് ബുദ്ധിമുട്ടാണ്. കാരണം അവർക്ക് ബാല്യത്തിൽ സ്വന്തം ആവശ്യങ്ങൾ പ്രകടിപ്പിക്കാൻ അവസരം ലഭിച്ചിട്ടില്ല. എന്നാൽ ഇപ്പോൾ നാം വളർന്നവരാണ്, നമ്മുടെ ആവശ്യങ്ങൾ പ്രാധാന്യമുള്ളവയാണ്. സ്വയം പുനർപരിപാലനം കഠിനമായ ശാസനയല്ല, അത് സ്നേഹപൂർവമായ മാർഗനിർദ്ദേശമാണ്. ഒരു നല്ല രക്ഷിതാവ് തൻ്റെ കുഞ്ഞിനെ നിയന്ത്രിക്കുന്നവനല്ല, അവന് വഴികാട്ടുന്നവനാണ്. അതുപോലെ നാം നമ്മുടെ ജീവിതത്തിൽ ശാസനയും സ്വാതന്ത്ര്യവും തമ്മിൽ സമതുലിതാവസ്ഥ കണ്ടെത്തണം. അമിതമായ സ്വയം വിമർശനം വളർച്ചയെ തടയും, എന്നാൽ സ്നേഹത്തോടെ നൽകിയ നിർദ്ദേശം വളർച്ചയെ പ്രോത്സാഹിപ്പിക്കും. ആത്മസ്നേഹം സ്വാർത്ഥതയല്ല, അത് മാനസിക ആരോഗ്യത്തിന്റെ അടിത്തറയാണ്. ഞാൻ എന്നെ പൂർണ്ണമായി അംഗീകരിക്കുന്നു എന്ന ആത്മപ്രഖ്യാപനം നമ്മുടെ ഉള്ളിലെ കുഞ്ഞിന് ഒരു ഉറപ്പാണ്. നമ്മുടെ ചിന്തകൾ മാറുമ്പോൾ നമ്മുടെ അനുഭവങ്ങളും മാറും. നാം നമ്മോട് സംസാരിക്കുന്ന ഭാഷ മാറുമ്പോൾ നമ്മുടെ ഉള്ളിലെ അന്തരീക്ഷം മാറും. ആദ്യത്തിൽ ഈ പ്രക്രിയ അസ്വസ്ഥമാക്കാം. പഴയ രീതികൾ പരിചിതമാണ്, അതിനാൽ സുരക്ഷിതമെന്ന് തോന്നും. പുതിയ രീതികൾ അന്യമായതിനാൽ പേടിയുണ്ടാകും. എന്നാൽ മാറ്റം എന്നും ചെറിയ ചുവടുകളിൽ ആരംഭിക്കുന്നു. ഇന്ന് ഒരു വിമർശനത്തിന് പകരം സ്വയം കരുണ തിരഞ്ഞെടുക്കുക. ഇന്ന് ഒരു ഇല്ല പറയാൻ ധൈര്യം കാണിക്കുക. ഇന്ന് ഒരു തെറ്റിനെ സ്വയം ക്ഷമിക്കുക. ഈ ചെറിയ തീരുമാനങ്ങൾ ചേർന്ന് വലിയ രൂപാന്തരത്തിന് വഴിയൊരുക്കും. സ്വയം പുനർപരിപാലനം സമയം ആവശ്യപ്പെടുന്ന പ്രക്രിയയാണ്. ഒരു കുഞ്ഞിന്റെ വിശ്വാസം നേടാൻ സമയം വേണ്ടതുപോലെ നമ്മുടെ ഉള്ളിലെ കുഞ്ഞിന്റെ വിശ്വാസവും പതുക്കെ വളരും. തുടർച്ചയാണ് പ്രധാനം. ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല എന്ന് ഒരിക്കൽ നാം സ്വയം വാഗ്ദാനം ചെയ്താൽ അത് പാലിക്കണം. ഓരോ തവണയും നാം സ്വയം പിന്തുണയ്ക്കുമ്പോൾ ആ ബന്ധം ശക്തമാകും. ഇതിന്റെ ഫലമായി നമ്മുടെ ഉള്ളിൽ ഒരു പുതിയ സ്ഥിരതയുണ്ടാകും. പുറത്ത് എന്ത് സംഭവിച്ചാലും ഉള്ളിൽ ഒരു പിന്തുണാ ശബ്ദമുണ്ടാകും. അത് വിമർശിക്കുന്ന ശബ്ദമല്ല, അത് പ്രോത്സാഹിപ്പിക്കുന്ന ശബ്ദമാണ്. അത് പറയുന്നത് നീ പഠിച്ചുകൊണ്ടിരിക്കുന്നു, നീ വളരുന്നു, നീ മെച്ചപ്പെടുന്നു എന്നാണ്. സ്വയം പുനർപരിപാലനം ആഴത്തിലുള്ള സ്നേഹബന്ധമാണ് സ്വന്തം ഉള്ളിലെ കുഞ്ഞുമായി. അവനെ കാണുകയും കേൾക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുമ്പോൾ നാം നമ്മുടെ ജീവിതത്തിന്റെ നിയന്ത്രണം തിരിച്ചു പിടിക്കുന്നു. നാം ഇനി പഴയ മുറിവുകളുടെ ഇരകളല്ല, നാം ബോധപൂർവമായ സ്രഷ്ടാക്കളാണ്. നമ്മുടെ ജീവിതത്തിന്റെ മാതാപിതാക്കളാണ്.
ഈ യാത്രയിൽ ഏറ്റവും വലിയ സമ്മാനം സമാധാനമാണ്. പുറത്തുള്ള ലോകം മാറ്റമില്ലാതെ തുടർന്നാലും നമ്മുടെ ഉള്ളിൽ ഒരു സുരക്ഷിത സ്ഥലമുണ്ടാകും. അവിടെ ഒരു കുഞ്ഞ് ശാന്തമായി വിശ്രമിക്കുന്നു. കാരണം അവനറിയാം, ഇപ്പോൾ അവനെ സ്നേഹിക്കുന്ന ഒരാളുണ്ട്. അത് നമ്മളാണ്. മാനസിക തടസ്സങ്ങളെ മോചിപ്പിക്കൽ. മനുഷ്യന്റെ മനസ്സ് വേദന ഒഴിവാക്കാൻ ശ്രമിക്കുന്ന ഒരു അത്ഭുതകരമായ സംവിധാനമാണ്. അനുഭവിക്കാൻ ബുദ്ധിമുട്ടുള്ള വികാരങ്ങളെ നാം പലപ്പോഴും അടച്ചുവെക്കുന്നു. കരയാൻ കഴിയാതെ പോയ ദുഃഖം, പ്രകടിപ്പിക്കാനാകാത്ത കോപം, പറയാൻ മടിച്ച ഭയം, ഇവയെല്ലാം മനസ്സിന്റെ അടിഭാഗത്ത് അടിഞ്ഞുകൂടുന്നു. അവ അപ്രത്യക്ഷമാകുന്നില്ല, മറിച്ച് രൂപം മാറി ജീവിതത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. ഇതാണ് മാനസിക തടസ്സങ്ങൾ. ഒരു കുഞ്ഞിന് വേദന അനുഭവിക്കുമ്പോൾ അതിനെ കൈകാര്യം ചെയ്യാനുള്ള ശേഷി പരിമിതമാണ്. അതിനാൽ അവൻ വേദനിപ്പിക്കുന്ന ചില വികാരങ്ങളെ അടക്കിവെക്കും. ആ അടക്കിവെച്ച വികാരങ്ങൾ പിന്നീട് പ്രായപൂർത്തിയാകുമ്പോൾ ജീവിതത്തിൽ അസാധാരണ പ്രതികരണങ്ങളായി പ്രകടമാകാം. ചെറിയ കാര്യത്തിൽ അമിതമായ കോപം, അനാവശ്യമായ കുറ്റബോധം, ആഴമറിയാത്ത ഭയം, ഇവയെല്ലാം ഒരിക്കൽ അടിച്ചമർത്തപ്പെട്ട വികാരങ്ങളുടെ പ്രതിധ്വനികളായിരിക്കും. മാനസിക തടസ്സങ്ങളെ മോചിപ്പിക്കാൻ ആദ്യം അവയെ തിരിച്ചറിയണം. പലപ്പോഴും നാം നമ്മുടെ വികാരങ്ങളെ മനസ്സിലാക്കാതെ ജീവിക്കുന്നു. ഞാൻ ഓക്കെയാണ് എന്ന് പറയുമ്പോഴും ഉള്ളിൽ ഭാരമുണ്ടാകാം. എനിക്ക് പ്രശ്നമില്ല എന്ന് പറയുമ്പോഴും ഹൃദയം വേദനിച്ചിരിക്കാം. ഈ വൈരുദ്ധ്യം മനസ്സിലാക്കാൻ നമുക്ക് പരിശീലനം ആവശ്യമാണ്. കുറച്ച് നിമിഷങ്ങൾ നിശ്ചലമായി ഇരിക്കുക, ശരീരത്തെ ശ്രദ്ധിക്കുക, ശ്വാസത്തിന്റെ ഒഴുക്ക് കേൾക്കുക. ആ നിശബ്ദതയിൽ പലപ്പോഴും അടങ്ങിയിരിക്കുന്ന വികാരങ്ങൾ പുറത്തു വരാൻ തുടങ്ങും. വികാരങ്ങളെ മോചിപ്പിക്കൽ എന്നത് അവയെ ശക്തമാക്കുക എന്നല്ല, അവയെ അംഗീകരിക്കുക എന്നതാണ്. ഒരു വികാരം ഉയരുമ്പോൾ നമുക്ക് അതിന് പേരു നൽകാം. ഇത് കോപമാണ്, ഇത് ദുഃഖമാണ്, ഇത് പേടിയാണ്. ഈ ലളിതമായ തിരിച്ചറിവ് തന്നെ വികാരത്തിന്റെ ശക്തി കുറയ്ക്കും. പിന്നെ ചോദിക്കാം, ഇത് എവിടെയാണ് ശരീരത്തിൽ അനുഭവപ്പെടുന്നത്? അവിടെ ശ്രദ്ധയോടെ റിലാക്സ് ചെയ്യുന്നതായി സങ്കല്പിക്കുക. പ്രതിരോധിക്കാതെ, വിശകലനം ചെയ്യാതെ സ്വന്തം ശ്വാസം അനുഭവിക്കുക. ഈ പ്രക്രിയയിൽ വികാരങ്ങൾ സ്വാഭാവികമായി ഒഴുകിത്തുടങ്ങും. ക്ഷമ എന്ന ആശയം നിർണായകമാണ്. ക്ഷമ എന്നാൽ മറ്റുള്ളവർ ചെയ്ത തെറ്റിനെ അംഗീകരിക്കുന്നതല്ല, അതിനെ മനസ്സിൽ വഹിച്ചുകൊണ്ടിരിക്കുന്നത് നിഷേധിക്കുന്നതാണ്. നമ്മെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കുന്നത് അവരുടെ പ്രവൃത്തിയെ ന്യായീകരിക്കുന്നതല്ല, മറിച്ച് നമ്മുടെ ഹൃദയത്തെ ഭാരത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതാണ്. ചിലപ്പോൾ ഏറ്റവും പ്രയാസമുള്ളത് സ്വയം തെറ്റുകൾ ക്ഷമിക്കുന്നതിനാണ്. അന്ന് ഞാൻ അങ്ങനെ പ്രതികരിച്ചു എന്ന കുറ്റബോധം വർഷങ്ങളോളം മനസ്സിൽ കുടിയേറാം. എന്നാൽ നമുക്കോർക്കാം, അന്ന് നമുക്കറിയാവുന്നത് അത്രയായിരുന്നു, നമുക്കുണ്ടായിരുന്ന ബോധം അത്രയായിരുന്നു. ഈ തിരിച്ചറിവ് സ്വയം കരുണയിലേക്ക് നയിക്കും. മാനസിക തടസ്സങ്ങളെ മോചിപ്പിക്കൽ നേർരേഖയിലുള്ള ഒരു യാത്രയല്ല. ചില ദിവസങ്ങളിൽ നമുക്ക് ലഘുവായി തോന്നാം, മറ്റു ചില ദിവസങ്ങളിൽ പഴയ വേദനകൾ വീണ്ടും ഉയർന്നേക്കാം. ഇത് പിന്നോട്ടു പോകലല്ല, ആഴത്തിലുള്ള ശുദ്ധീകരണത്തിന്റെ ഭാഗമാണ്. പഴയ മുറിവുകൾ തുറക്കുമ്പോൾ അവയെ സ്നേഹത്തോടെ ശുശ്രൂഷിക്കണം. അതാണ് യഥാർത്ഥ ശക്തി. മാനസിക തടസ്സങ്ങൾ അഴിയുമ്പോൾ ഒരു പുതിയ സ്വാതന്ത്ര്യം അനുഭവപ്പെടും. പഴയ പ്രതികരണങ്ങൾ കുറയും. ബന്ധങ്ങളിൽ കൂടുതൽ തുറന്ന നിലയുണ്ടാകും. പേടി നിയന്ത്രിച്ചിരുന്ന സ്ഥലങ്ങളിൽ ധൈര്യം വളരും. ഇത് ഒരു അത്ഭുതമല്ല, തുടർച്ചയായ ബോധപൂർവമായ പരിശ്രമത്തിന്റെ ഫലമാണ്. സന്തോഷവും ദുഃഖവും ഒരേ ജീവിതത്തിന്റെ രണ്ട് വശങ്ങളാണ്. നാം അവയെ സമതുലിതമായി സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ആഴമുള്ള സമാധാനം രൂപപ്പെടും. മാനസിക തടസ്സങ്ങൾ അഴിയുമ്പോൾ നാം കൂടുതൽ സ്വാഭാവികതയുള്ളവരാകുന്നു. നാം ഇനി അടച്ചുപൂട്ടിയ ഒരാളല്ല, തുറന്ന ഹൃദയമുള്ള ഒരാളാണ്. ഈ മോചനയാത്രയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സഹിഷ്ണുതയാണ്. സ്വയം സഹിഷ്ണുത. ഓരോ വികാരത്തെയും കരുതലോടെ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലെ കുഞ്ഞ് കൂടുതൽ വിശ്വാസത്തോടെ മുന്നോട്ടു വരും. മാനസിക സ്വാതന്ത്ര്യം ജീവിതത്തിൽ. അന്തരംഗത്തിലെ കുഞ്ഞിനെ കണ്ടുമുട്ടുകയും ബാല്യകാല രൂപീകരണങ്ങളെ മനസ്സിലാക്കുകയും സ്വയം പുനർപരിപാലനം അഭ്യസിക്കുകയും മാനസിക തടസ്സങ്ങളെ മോചിപ്പിക്കുകയും ചെയ്ത ശേഷം ഒരു പുതിയ ഘട്ടം ആരംഭിക്കുന്നു. അത് വെറും മുറിവുകളെ സുഖപ്പെടുത്തുന്ന ഘട്ടമല്ല, മറിച്ച് സുഖം ജീവിതത്തിൽ ആവിഷ്കരിക്കുന്ന ഘട്ടമാണ്. മാനസിക സ്വാതന്ത്ര്യം ഒരു സിദ്ധാന്തമല്ല, ഒരു അനുഭവമാണ്. അത് ദിനംപ്രതി ജീവിക്കേണ്ട ഒരു ബോധാവസ്ഥയാണ്.
നമ്മുടെ ഉള്ളിൽ സമാധാനം ഉറപ്പിക്കുമ്പോൾ പുറത്തെ ലോകം അതേപോലെ തുടരുന്നുണ്ടെങ്കിലും അതിന്റെ സ്വാധീനം മാറുന്നു. മുമ്പ് ചെറിയ വിമർശനം പോലും നമ്മെ തകർത്തിരുന്നെങ്കിൽ ഇപ്പോൾ അത് വെറും ഒരു അഭിപ്രായമായി തോന്നും. മുമ്പ് ഉപേക്ഷിക്കപ്പെടുമോ എന്ന ഭയം നമ്മെ പിടിച്ചു കുലുക്കിയിരുന്നെങ്കിൽ ഇപ്പോൾ ബന്ധങ്ങളെ കൂടുതൽ സമതുലിതമായി കാണാൻ നമുക്ക് കഴിയും. ഈ മാറ്റം പെട്ടെന്ന് സംഭവിക്കുന്നതല്ല, എന്നാൽ അത് സ്ഥിരമായി വളരുന്ന ഒരു പരിവർത്തനമാണ്. മാനസിക സ്വാതന്ത്ര്യം വേദനയുടെ അഭാവമല്ല, വേദന ജീവിതത്തിന്റെ ഭാഗമാണ്. വേദന നമ്മെ നിയന്ത്രിക്കാത്ത അവസ്ഥയാണ് സ്വാതന്ത്ര്യം. ഒരു വികാരം ഉയരുമ്പോൾ നാം അതിൽ മുങ്ങിപ്പോകാതെ അതിനെ നിരീക്ഷിക്കാൻ പഠിക്കുന്നു. ഇത് കോപമാണ്, പക്ഷേ ഞാൻ കോപിക്കുന്നില്ല. ഇത് ദുഃഖമാണ്, പക്ഷേ ഞാൻ ദുഃഖിക്കുന്നില്ല എന്ന തിരിച്ചറിവ് നമ്മെ വികാരങ്ങളിൽ നിന്ന് വേർതിരിക്കുന്നു. അവയെ ആരോഗ്യകരമായി കൈകാര്യം ചെയ്യാൻ സഹായിക്കുന്നു. ഈ ഘട്ടത്തിൽ സ്വയം വിശ്വാസം സ്വാഭാവികമായി വളരും. പ്രതികരിക്കുന്നതിനു മുമ്പ് ഒരു നിമിഷം നിൽക്കാൻ നമുക്ക് കഴിയും. നമ്മുടെ ആവശ്യങ്ങൾ വ്യക്തമായി പറയാൻ കഴിയും. കുറ്റബോധമില്ലാതെ വിശ്രമിക്കാൻ കഴിയും. സന്തോഷം അനുഭവിക്കുമ്പോൾ അതിനെ സംശയിക്കാതെ സ്വീകരിക്കാൻ കഴിയും. മുമ്പ് ഭയപ്പെടുത്തിയിരുന്ന അവസരങ്ങൾ ഇനി വളർച്ചയുടെ അവസരങ്ങളായി തോന്നും. നമ്മുടെ ഉള്ളിലെ ഭാഷ മാറുമ്പോൾ ജീവിതത്തിന്റെ ഗുണനിലവാരം മാറും. ഞാൻ മെച്ചപ്പെട്ടു, ഞാൻ വളരാൻ തയ്യാറാണ്, എനിക്ക് സമാധാനം തിരഞ്ഞെടുക്കാം എന്ന ചിന്തകൾ മനസ്സിൽ പതിയുമ്പോൾ അവ പുതിയ വഴികൾ സൃഷ്ടിക്കുന്നു. സ്വയം സ്നേഹിക്കുക എന്നത് ജീവിതത്തെ സ്നേഹിക്കുന്നതിന്റെ തുടക്കമാണ്. ഈ ചിന്താഗതിയെ ജീവിതത്തിൽ ഉൾക്കൊള്ളുമ്പോൾ നാം ഓരോ ദിവസവും നമ്മളോടുള്ള ബന്ധം പുതുക്കുന്നു. മുമ്പ് ഇല്ല എന്ന് പറയുന്നത് പേടിയുണ്ടാക്കിയിരുന്നെങ്കിൽ ഇപ്പോൾ അത് സ്വാഭാവികമായിട്ടുണ്ടാകും. കാരണം നമുക്കറിയാം, അതിരുകൾ ബന്ധങ്ങളെ തകർക്കുന്നതല്ല, അവയെ ആരോഗ്യകരമാക്കുന്നതാണ്. സ്വന്തം ആവശ്യങ്ങൾ മാനിക്കുന്ന ഒരാൾക്ക് മറ്റുള്ളവരുടെ ആവശ്യങ്ങളും മാനിക്കാൻ കഴിയും. ഇതാണ് സമതുലിതാവസ്ഥ. മാനസിക സ്വാതന്ത്ര്യം ഉള്ളിലെ ശാന്തത മാത്രമല്ല, അത് പ്രവർത്തനത്തിലേക്കും നയിക്കും. നാം സൃഷ്ടിക്കാൻ തുടങ്ങും. പുതിയ സ്വപ്നങ്ങൾ കാണാൻ ധൈര്യമുണ്ടാകും. പഴയ പരാജയ ഭയം ഇനി തടസ്സമാകില്ല. കാരണം പരാജയം ഇനി വ്യക്തിത്വത്തെ നിർവചിക്കുന്നതല്ല, അത് ഒരു പഠനഘട്ടം മാത്രമാണ്. ഈ കാഴ്ചപ്പാട് തന്നെ വലിയ മോചനമാണ്. നമ്മുടെ ബന്ധങ്ങളിൽ ഇനി ആശ്രിതത്വമോ അകലം പാലിക്കലോ ഇല്ല. മറിച്ച് തുറന്നും സത്യസന്ധമായും ഇടപെടാൻ പഠിക്കുന്നു. തെറ്റുകൾ സംഭവിക്കുമ്പോൾ സ്വയം കുറ്റപ്പെടുത്തലിനു പകരം ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു. മറ്റുള്ളവരുടെ തെറ്റുകൾ കാണുമ്പോൾ ഉടൻ വിധി എഴുതാതെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. കാരണം നാം സ്വന്തം ഉള്ളിലെ കുഞ്ഞിനെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് മറ്റുള്ളവരുടെയും ഉള്ളിലെ കുഞ്ഞിനെ കാണാൻ കഴിയും. മാനസിക സ്വാതന്ത്ര്യത്തിന്റെ അന്തിമ ഫലം സമാധാനമാണ്. അത് പുറമേയുള്ള ശബ്ദങ്ങളിൽ നിന്ന് ലഭിക്കുന്നതല്ല, ഉള്ളിലെ ഐക്യത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. നമ്മുടെ ചിന്തകളും വികാരങ്ങളും പ്രവൃത്തികളും തമ്മിൽ യോജിപ്പുണ്ടാകുമ്പോൾ ആന്തരിക സംഘർഷം കുറയുന്നു. ഈ ഐക്യം സമാധാനത്തിന്റെ ഹൃദയമാണ്. ഈ യാത്ര ഒരിക്കലും പൂർത്തിയായതായി പ്രഖ്യാപിക്കാനാവില്ല. അത് ഒരു തുടർച്ചയായ ബന്ധമാണ് സ്വന്തം ഉള്ളിലെ കുഞ്ഞുമായി. ഓരോ ദിവസവും നാം അവനോട് അല്ലെങ്കിൽ അവളോട് ചോദിക്കാം, ഇന്ന് നിനക്ക് എന്താണ് ആവശ്യം? ചില ദിവസങ്ങളിൽ വിശ്രമം ആവശ്യമാകും, ചില ദിവസങ്ങളിൽ ധൈര്യം. ചിലപ്പോൾ വെറും കേൾക്കപ്പെടലിലൂടെ കുഞ്ഞുമായി ഈ സംഭാഷണം തുടരുമ്പോൾ നാം ജീവിതത്തിന്റെ ഓരോ ഘട്ടവും ബോധപൂർവമായി ജീവിക്കുന്നു. മാനസിക സ്വാതന്ത്ര്യം മറ്റാരെങ്കിലും നൽകുന്ന സമ്മാനമല്ല, അത് നമ്മുടെ ഉള്ളിൽ വളർത്തിയെടുക്കേണ്ട ഒരവസ്ഥയാണ്. നമ്മൾ സ്വയം സ്വീകരിക്കുമ്പോൾ, സ്നേഹിക്കുമ്പോൾ, ക്ഷമിക്കുമ്പോൾ അത് ഉദിക്കുന്നു. അപ്പോൾ ജീവിതം ഒരു പോരാട്ടമല്ല, ഒരു യാത്രയാണ്. ആ യാത്രയിൽ നാം ഒറ്റയ്ക്കല്ല. നമ്മുടെ ഉള്ളിൽ ഒരു കുഞ്ഞുണ്ട്, ഇപ്പോൾ സുരക്ഷിതനായ, കേൾക്കപ്പെട്ടവനായ, സ്നേഹിക്കപ്പെട്ടവനായ ഒരു കുഞ്ഞ്. ആ കുഞ്ഞിന്റെ കൈ പിടിച്ച് മുന്നോട്ട് നടക്കുമ്പോൾ സമാധാനം നമ്മെ അനുഗമിക്കും. ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നന്ദി.